എല്ലാവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റാണ്. ബ്ലൂംസ് ആൻഡ് ബ്രീസ് എന്നാണ് ഈ ഒരു യൂണിറ്റിൻ്റെ പേര്. ബ്ലൂംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂക്കൾ അല്ലെങ്കിൽ എന്താണ്? പുഷ്പങ്ങൾ അല്ലേ. പിന്നെ നമുക്കിവിടെ വേറെ മീനിങ് വരുന്നത് വിരിയുക അല്ലെങ്കിൽ പുഷ്പിക്കുക എന്നൊക്കെയാണ്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. അവിടെ എന്തൊക്കെ നമ്മൾ കാണുന്നുണ്ട്? മൊത്തത്തിൽ പറഞ്ഞാൽ നമുക്ക് പ്രകൃതിയുടെ പിക്ചറാണ് അല്ലേ. മരങ്ങളുണ്ട്, അതേപോലെ ചെടികൾ, പൂക്കൾ, ബട്ടർഫ്ലൈസ്, ബേർഡ്സ്, സ്ക്യൂറൽ. ദേ അപ്പുറം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് റെയിൻബോ ഉണ്ടെന്നല്ലേ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെയിൻബോ കാണുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ നമുക്ക് നേച്ചറിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴെ ഒരു കോട്ട് ഉണ്ട്, അത് നോക്കാം. ലെറ്റ് നേച്ചർ ബി യുവർ ടീച്ചർ, വില്യം വേർഡ്സ്വർത്ത്. അപ്പം കോട്ടാണല്ലേ ഇത്. കോട്ട് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ള കാര്യം അത് അതേപോലെ എടുത്തെഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? കോട്ട് എന്ന് പറയാം. ഈ കോട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് കൊട്ടേഷൻ മാർക്കിൻ്റെ ഉള്ളിലാണ് നമ്മളിത് എഴുതുക. അത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ, ഒരു സെൻറ്റൻസ് തുടങ്ങുന്ന സമയത്തും അവസാനിക്കുന്ന സമയത്തും ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ. അതിനെയാണ് നമ്മൾ കൊട്ടേഷൻ മാർക്സ് എന്ന് പറയാം. അത് നിർബന്ധമായിട്ടും കൊടുക്കണം കേട്ടോ. അപ്പം എന്താണ് ഈ ഒരു കൊട്ടേഷൻ്റെ മീനിങ്? ലെറ്റ് നേച്ചർ ബി യുവർ ടീച്ചർ. നിങ്ങൾ പ്രകൃതിയെ നിങ്ങളുടെ ഗുരുവാക്കുക. ഗുരു എന്ന് പറഞ്ഞാൽ ടീച്ചർ അല്ലേ. ടീച്ചറാക്കുക, ടീച്ചറായിട്ട് കാണുക എന്നുള്ളതാണ് ഈ ഒരു കോട്ടിൻ്റെ മീനിങ് വരുന്നത്. ഇത് ആരുടെ വാക്കുകളാണ്? വില്യം വേർഡ്സ്വർത്തിൻ്റെ. വില്യം വേർഡ്സ്വർത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളിലെല്ലാം തന്നെ ഈ ഒരു തീം നമുക്ക് പ്രകൃതി, നേച്ചർ തീമായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് പേജ് നോക്കിയേ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്, വാട്ട് ഡു യു സീ? പിക്ചേഴ്സിലേക്ക് നോക്കുക, ചിത്രത്തിലേക്ക് നോക്കുക. നിങ്ങൾ എന്താണ് കാണുന്നത് എന്നാണ്. ആദ്യത്തെ പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ചിത്രത്തിലും അല്ലെങ്കിൽ എന്താണ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇതിനെ നമ്മൾ പറയുക ഇഗ്ലൂ എന്നാണ്. അല്ലെങ്കിൽ സ്നോ ഹൗസ് എന്ന് പറയും, സ്നോ ഹട്ട് എന്നും പറയും. ഇത് സ്നോ ബ്ലോക്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അതായത് മഞ്ഞുകട്ടകൾ വെച്ചിട്ടാണ് ഈ ഒരു വീട് ഉണ്ടാക്കുക. ഓക്കെ, ഇഗ്ലൂ എന്നാണ് നമ്മൾ പറയുക കേട്ടോ. സ്നോ ഹൗസ് എന്നും സ്നോ ഹട്ട് എന്നും പറയും. ഇത് നമ്മൾ കാണുക എവിടെയാണ്? നിറയെ മഞ്ഞുള്ള ഏരിയാസിലാണ് നമ്മളിത് കാണുക. നെക്സ്റ്റ് സ്റ്റിൽറ്റ് ഹൗസ് എന്നാണ് ഇതിന് നമ്മൾ പറയുക. അതായത് ഒരുപാട് വെള്ളം നിൽക്കുന്ന സ്ഥലത്ത് ഒന്ന് വെള്ളത്തിൽ തട്ടാത്ത രീതിയിൽ നമുക്ക് കാണാമല്ലോ. ഇവിടെ പിക്ചറിൽ എന്താണ് പില്ലർ കൊടുത്തിട്ടാണ് ഈ ഒരു വീട് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. അതായത് വെള്ളം കയറാത്ത രീതിയിൽ കുറച്ചൊന്ന് ഉയർത്തി ഉണ്ടാക്കിയിട്ടുള്ള വീടാണ്. അതിന് നമ്മൾ എന്താ പറയുക? സ്റ്റിൽറ്റ് ഹൗസ് എന്നാണ് പറയുക. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആർ ദീസ് ഹൗസസ് സിമിലർ? ഹൗ? ഈ വീടുകൾ സിമിലർ ആണോ? ഒരേപോലെ ആണോ? അല്ല അല്ലേ. ഈ വീടുകൾ എങ്ങനെയാണ്? ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിന് നമുക്ക് ആൻസർ ചെയ്യാം. നോ, ദീസ് ടു ഹൗസസ് ആർ ഡിഫറെൻറ്റ്. ഈ രണ്ട് വീടുകളും വ്യത്യസ്തമാണ്. ഇൻ ദ ഫസ്റ്റ് പിക്ചർ വി ക്യാൻ സീ ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് സ്നോ ബ്ലോക്സ്. ഫസ്റ്റ് പിക്ചറിൽ നമുക്ക് കാണാം ഈ വീടുണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്നോ ബ്ലോക്സ് കൊണ്ടാണ്, മഞ്ഞുകട്ടകൾ കൊണ്ടാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ബിൽറ്റ് ഓൺ പില്ലേഴ്സ് അബവ് വാട്ടർ. രണ്ടാമത്തേത് എങ്ങനെയാണ്? പില്ലേഴ്സിലാണ്, വെള്ളത്തിൻ്റെ മുകളിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഡു യു ഫൈൻഡ് സച്ച് ഹൗസസ്? ഇങ്ങനെയുള്ള വീടുകൾ എവിടെയാണ് കാണാൻ കഴിയുക എന്നാണ് ചോദ്യം. ദ ഫസ്റ്റ് വൺ ഈസ് ഫൗണ്ട് ഇൻ സ്നോയി ഏരിയാസ് ഓഫ് കൺട്രീസ് ലൈക്ക് കാനഡ. കാനഡ പോലെയുള്ള മഞ്ഞുവീഴ്ചയുള്ള രാജ്യങ്ങളിൽ, മഞ്ഞുവീഴ്ചയുള്ള ഏരിയ ഉണ്ടാവുമല്ലോ, അവിടെയാണ് നമ്മൾ ഇങ്ങനെയുള്ള വീടുകൾ കാണുക, ഇഗ്ലൂ ഹൗസസ് കാണുക. നെക്സ്റ്റ് എന്താണ്? ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഫൗണ്ട് ഇൻ ഫ്ലഡ് പ്രോൺ ഏരിയാസ്. അതായത് രണ്ടാമത്തേത് നമ്മൾ കാണുക വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ്. ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ ആസാമിലൊക്കെയാണ് ഇത് ഇങ്ങനെയുള്ള വീടുകൾ നമ്മൾ കൂടുതലായിട്ടും കാണുക കേട്ടോ. അപ്പോൾ രണ്ടും മനസ്സിലായല്ലോ, രണ്ടിൻ്റെയും ഡിഫറൻസ് മനസ്സിലായല്ലോ. സ്നോയി ഏരിയാസിലാണ് നമ്മൾ ഇഗ്ലൂ കാണുക, സ്റ്റിൽറ്റ് ഹൗസ് നമ്മൾ കാണുക വെള്ളപ്പൊക്ക സാധ്യതയുള്ള ഏരിയാസിലാണ്. ഓക്കെ ആണല്ലോ. വൈ ഡു പീപ്പിൾ മേക്ക് സച്ച് ഹൗസസ്? എന്തിനാണ് ആളുകൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള വീടുകൾ നിർമ്മിക്കുന്നത് എന്നാണ് ചോദ്യം. ദ ഫസ്റ്റ് വൺ ഈസ് എ ടെമ്പററി ഷെൽട്ടർ ഡ്യൂറിങ് വിൻ്റർ. അതായത് ആദ്യത്തേത് താൽക്കാലികമായിട്ടുള്ള ഒരു അഭയസ്ഥാനമാണ്. മെയ്ഡ് ഫോർ പ്രൊട്ടക്ഷൻ ഫ്രം സ്നോ ആൻഡ് കോൾഡ്. അതായത് മഞ്ഞിൽ നിന്നും അതിൻ്റെ തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വീടുകൾ ഉണ്ടാക്കുക. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മെയ്ഡ് ഫോർ പ്രൊട്ടക്ഷൻ ഫ്രം ഫ്ലഡ്. അപ്പോൾ രണ്ടാമത്തത് എന്താണ്? ഫ്ലഡിൽ നിന്ന്, അതായത് വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വീടുകൾ ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്.
വാട്ട് ആർ സച്ച് ഹൗസസ് കോൾഡ്? ഈ വീടുകൾ എന്താണ് വിളിക്കുന്നത് എന്നാണ് ചോദ്യം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞാൻ പറയാം. ദ ഫസ്റ്റ് ഹൗസ് ഇസ് കോൾഡ് ഇഗ്ലു. ആദ്യത്തെ ഹൗസിന് എന്താണ് വിളിക്കുക? ഇഗ്ലു എന്നാണ് പറയുക. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്നോ ഹൗസ് ഓർ സ്നോ ഹട്ട്. ഇതിന് സ്നോ ഹൗസ് എന്നും സ്നോ ഹട്ട് എന്നും കൂടി പേരുകൾ ഉണ്ട്. ദ സെക്കൻഡ് ഹൗസ് ഇസ് നോൺ ആസ് സ്റ്റിൽറ്റ്. രണ്ടാമത്തെ വീടിന് എന്താ പറയുക? സ്റ്റിൽറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പം 4th യൂണിറ്റ് നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.